എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിനും എല്ലാവരും ടിയാൻജി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ആ ബോസിന്റെ റൂമിൽ വന്നേക്കാണ്. മര്യാദയ്ക്ക് തലയിലുള്ള ചിപ്പ് റിമൂവ് ചെയ്തോണം, ഇല്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം ആ ബോസ് ഓരോ വിഡ്ഢിത്തരമൊക്കെ വിളിച്ച് പറയാണ്. അതായത് പുള്ളിക്കാരൻ സ്വപ്നം കണ്ട ലോകം വേറെയാണ്, ഒറിജിനൽ വേൾഡിനെ കാട്ടി അടിപൊളിയാണ് ഫേക്ക് വേൾഡ്, അങ്ങനെയൊക്കെ പറയുകയാണ്. എന്തായാലും ഈ ബോസ് ഇവരോട് പറയാണ് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ തലയിലുള്ള ചിപ്പ് റിമൂവ് ചെയ്യാൻ. അതായത് ഹീറോയും ഇവരെല്ലാരും കൂടെ ഈ ബോസിനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു റൗഡി പയ്യന്റെ ഫോൺ കാണിച്ചിട്ട്. അതിനകത്ത് മറ്റേ കോൺട്രാക്ടിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, അത് കാണിച്ചിട്ട്. അതുകൊണ്ടാണ് ഈ ബോസ് പറഞ്ഞത് അത് 2 ദിവസം കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യാൻ. ഇതിനുശേഷം അവരെല്ലാരും കൂടെ ആ കമ്പനിയിൽ നിന്ന് പോവാണ്, ഹീറോയിനും എല്ലാരും കൂടെ. എന്തായാലും അവർ ആ കമ്പനിയുടെ പുറത്തൂടെ നടക്കുന്ന സമയത്ത് ഈ സീരീസിന്റെ തുടക്കത്തിൽ ഒരാളെ കണ്ടില്ലായിരുന്നു. അതായത് ആ പഴയ ബിൽഡിങ്ങിനകത്ത് ഒരാൾ ഇടയ്ക്കിടയ്ക്ക് നിൽക്കത്തില്ലായിരുന്നു, മുടി വളർത്തിയ, ആദ്യം പേടിച്ചോടിയ ഒരാൾ, കണ്ണൊക്കെ ചുമന്ന്. അയാൾ ആ കമ്പനിയിൽ കൂടെ നടന്നു പോവാണ്. അതായത് അയാൾ ആ ഗെയിമിലുണ്ട്, പക്ഷെ അയാൾ ഈ കമ്പനിയുടെ എംപ്ലോയി ആണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്ന സമയത്ത് ഇയാൾക്ക് വലുതായിട്ടൊന്നും ഓർമ്മയില്ല, എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ഇയാളുടെ തലച്ചോറിന്, അതുകൊണ്ടായിരിക്കണം. ഇതിനുശേഷം അവരെല്ലാരും കൂടെ ആ കമ്പനിയുടെ പുറത്ത് വരികയാണ്. എന്നിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ അടുത്തും ഫാൻ ബോയുടെ അടുത്തും ഹീറോ പറയാണ്, എനിക്കും ഹീറോയിനും ഒരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ, നമ്മൾ പിന്നെ വന്നോളാന്ന് പറയും. അപ്പൊ ഇത് കേട്ട ഫാൻ ബോയ്ക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് എന്തോ മനസ്സിലായിട്ട് ഫാൻ ബോയ് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാണ്. ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് ആൾറെഡി മനസ്സിലായിരുന്നു ഹീറോയ്ക്കും ഹീറോയിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിച്ചോണ്ട് പോയത്. പക്ഷേ ഹീറോയിനെ ഡേറ്റ് ചെയ്യാനൊന്നും അല്ല പോകുന്നത്, വേറെന്തോ കാര്യം സംസാരിക്കാനാണ്. അതായത് ഹീറോയിന്റെ അച്ഛൻ ഈ ടിയാൻജി സയൻസ് ആൻഡ് ടെക്നോളജിയിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പൊ ഈ കമ്പനിക്കാര് ഈ അച്ഛന് ഒരു റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു താമസിക്കാൻ. അവിടെ കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പോയി കണ്ടുപിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഹീറോയിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെയും ഫാൻ ബോയിനെയും പറഞ്ഞു വിട്ടത്. ഇതേ നേരം ആ പ്രാന്തം ബോസ് ആണെങ്കിൽ ഇവരെ CCTV വഴി നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഹീറോയിനും കൂടെ നടന്ന് ആ സ്ഥലത്ത് വരികയാണ്, ഹീറോയിന്റെ അച്ഛന്റെ ആ വർക്ക് സ്പേസിൽ. അപ്പൊ അവിടെ കുറെ നേരം തപ്പുന്ന നേരത്ത് ഒന്നും കിട്ടുന്നില്ല, എല്ലാം വാരിപ്പിരുത്തിട്ടേക്കാണ്. എന്നാൽ ഹീറോയിന് ഒരു ഫോട്ടോ കിട്ടുകയാണ്. അതായത് ഹീറോയിന്റെ കുട്ടിക്കാലത്ത് അമ്മയും പിന്നെ അച്ഛനുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഹീറോയിൻ അതിനകത്ത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് വിഷമപ്പെട്ടിട്ട്. അപ്പൊ ഹീറോ ഇത് കണ്ടിട്ട് അവൻ പറയാണ്, നിനക്ക് വേണമെങ്കിൽ ആ ഫോട്ടോ എടുത്തോ, ആരും ചോദിക്കത്തില്ല എന്ന് പറയുന്ന നേരം ഹീറോയിൻ ആ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് പോവുകയാണ് ആ റൂമിൽ നിന്ന് രണ്ടുപേരും കൂടെ. ഇതിനുശേഷം കാണിക്കുന്നത് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണ്. ഇൻഫ്ലുവൻസർ പെൺകുട്ടി എടുത്ത് മറ്റേ സീനിയർ പെൺകുട്ടിയും അവളുടെ കൂട്ടുകാരി എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തോ വെച്ച് ലൈവ് ചെയ്യണം, ആൾക്കാരെ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തുവാന്ന് നമ്മളടുത്ത് പറയുന്നില്ല, എന്നാലും ലൈവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടി തിരിച്ച് പറയാണ്, അതായത് ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വിഷയം ഇങ്ങനെ ലൈവ് ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ അൺഫോളോ അടിച്ചു പോകും, അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ ലൈവ് ചെയ്യാം, എല്ലാം ലൈവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതും പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടി മാനിയായിട്ട് അവിടെ എണീറ്റ് പോവാണ് കേട്ടോ. അപ്പം ഈ സീനിയർ പെൺകുട്ടിയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, അത് നമുക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാലോ, അത് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് സമാധാനം പറയുമെന്ന് പറയുകയാണ്. അതെന്താന്ന് നമുക്കറിയില്ല, ഇനിയുള്ള എപ്പിസോഡിൽ ചിലപ്പോൾ റിവീൽ ആവുമായിരിക്കാം, എന്തോ കോളേജിനെ പറ്റി ആയിരിക്കണം. ഇതിനുശേഷം ഫാൻ ബോയിനെയും ഷോർട്ട് ഹെയറിനെയും കാണിക്കുകയാണ് കേട്ടോ. അവർ ക്യാൻറ്റീനിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഫാൻ ബോയ്ക്ക് ആണെങ്കിൽ ഫുൾ ടൈം മറ്റേ ഷോർട്ട് ഹെയറിന്റെ ചിന്തയുള്ളൂ, ഗെയിമിലെ ഷോർട്ട് ഹെയർ. അവനറിയില്ലല്ലോ എവളാണ് ആ ഷോർട്ട് ഹെയർ എന്ന്. അപ്പം എവളെടുത്ത് ഓരോ കാര്യങ്ങൾ ഷോർട്ട് ഹെയറിനെ പറ്റി സംസാരിക്കുകയാണ്. ഇതേ നേരം ഈ ഷോർട്ട് ഹെയർ പറയുകയാണ്, അവള് നല്ല അത്ലറ്റ് ആണ്, അത് മാത്രമല്ല ഫിസിക്കലി നല്ല സ്ട്രോങ് ആണ്. ഇത് ഈ ഫാൻ ബോയ് ഷോർട്ട് ഹെയറിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഷോർട്ട് ഹെയറിന് അറിയാവുന്നത് അത് അത്ലറ്റ് ആണ്. അപ്പൊ ഇവര് തമ്മിൽ റിയൽ ലൈഫിൽ നല്ല ബഡീസ് ആണ്, അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന നല്ല കൂട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അപ്പൊ ഷോർട്ട് ഹെയർ ഫാൻ ബോയ് എടുത്ത് പറയാണ്, അവള് നല്ല അത്ലറ്റ് ആണെങ്കിൽ നീ പോയിട്ട് ഈ സ്പോർട്സ് ഒക്കെ പങ്കെടുക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നോക്കാൻ പറയും. അങ്ങനെ അവനാണെങ്കിൽ ആ ഫുഡ് പോലും കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. നേരെ ചെല്ലുന്നത് ഗ്രൗണ്ടിലാണ് കേട്ടോ. അങ്ങനെ ഗ്രൗണ്ടിൽ ചെന്നിട്ട് ഷോർട്ട് ഹെയർ ഗെയിമിൽ വേറൊരു പേരാ, ഡോഡോ എന്നാണ് പേര്. അപ്പൊ ഇതാണോ ഡോഡോ അതാണോ ഡോഡോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും ചെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് ഷോർട്ട് ഹെയർ അവിടെ നിൽപ്പുണ്ട്, ഒരു ചെറിയൊരു ചിരി മുഖത്തുണ്ട് അവളുടെ. ഇതേ നേരം സീനിയർ പെൺകുട്ടി ഏതോ ഒരു സ്ഥലത്തൂടെ നടന്നു പോവാണ് കേട്ടോ. അങ്ങനെ നടന്ന് റോഡിലോട്ട് ഇറങ്ങുന്ന നേരം ഒരു ഡെലിവറി ബോയ് ആണെങ്കിൽ ജസ്റ്റ് പാസ് ചെയ്ത് പോവാണ്. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലിരുന്ന ഫോണ് തറയിൽ പോവാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ട ഡെലിവറി ബോയ് ആണെങ്കിൽ അവളുടെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ ഫോൺ ചോദിക്കുകയാണ്, ഫോൺ വിളിക്കാനായിട്ട്, ഫോൺ വർക്കാവുന്നോന്ന് അറിയാനായിട്ട്. ഇതേ നേരം അവൻ ഫോൺ കൊടുക്കുന്ന നേരത്താണ് ഇവള് കാണുന്നത്, അതായത് വാൾപേപ്പറിൽ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ ഫോട്ടോയും ഈ ഡെലിവറി ബോയ് കൂടെ നിൽക്കുന്നതാണ്. ഇതേ നേരം അവളാണെങ്കിൽ ആ ഫോൺ എടുത്ത് വിളിക്കുകയാണ് ഡെലിവറി ബോയുടെ. എന്നിട്ട് ആരെയെ വിളിക്കുന്നതെന്ന് അറിയാമോ? ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെയാണ് വിളിക്കുന്നത്. ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ വിളിച്ചിട്ട് പറയാണ്, നീ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയല്ലേ, നിനക്ക് എന്നെ മനസ്സിലായോന്ന്. പക്ഷെ സീനിയർ പെൺകുട്ടിയാണെന്നൊന്നും പറയുന്നില്ല, അവളെന്തോ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഡെലിവറി ബോയ്ക്ക് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഡെലിവറി ബോയ് നമ്മുടെ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ ബ്രദർ ആണ് കേട്ടോ. ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ കാണാനാണ് ഈ ഡെലിവറി ബോയ് കോളേജിലോട്ട് വന്നത്. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ അവളുടെ റൂമിൽ ഇരുന്നിട്ട് മറ്റേ മൈക്രോ ചിപ്പിന്റെ കാര്യമൊക്കെ പഠിക്കുകയാണ്.
പഠിക്കുകയാണ്. അതായത് ഹീറോയിന്റെ അച്ഛൻ വർക്ക് ചെയ്ത ആ കമ്പനി ഇല്ലേ, അതിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണ്. ഇതേ നേരമാണ് അങ്ങോട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടി വരുന്നത് കേട്ടോ. അത് നല്ല ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത് റൂമിലോട്ട്. എന്നിട്ട് കയ്യിലിരുന്ന് എന്തോ എടുത്ത് എറിയുന്നൊക്കെയാണ്. ഇതേ നേരം ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടി എടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പരിഹരിക്കണോന്നൊക്കെ. എന്നാൽ അവളൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന നേരം ആ ഒരു ഫോണിലോട്ട് വിളിക്കുകയാണ്. എന്നിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഫോണിൽ പറയാണ് എനിക്ക് നിന്നെ കാണാൻ താല്പര്യമില്ലാന്ന്. ആരാന്നറിയില്ല, എന്നാലും അങ്ങനെ പറയുകയാണ്. ഇതിനുശേഷം ഷോർട്ട് ഹെയറിനെയും ഫാൻ ബോയിനെയും കാണിക്കുകയാണ്. അപ്പൊ ഈ ഫാൻ ബോയ് മറ്റവളെ തപ്പിയിട്ട് കിട്ടുന്നില്ല, അങ്ങനെ ക്ഷീണിച്ചൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതേ നേരം ഈ ഷോർട്ട് ഹെയറിന്റെ ഫോണിലോട്ട് ഷോർട്ട് ഹെയറിന്റെ അനിയത്തി ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. അതായത് ഈ അനിയത്തി ഗിത്താറൊക്കെ വായിക്കുന്നതാണ്. അപ്പൊ നന്നായിട്ട് പാട്ടും പാടുന്നുണ്ട്. അങ്ങനെ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ട്, കൊച്ചുകുട്ടിയാണ് കേട്ടോ, വലിയ രീതിയിലൊന്നുമല്ല കമ്പോസ് ചെയ്യുന്നത്, ജസ്റ്റ് എഴുതിയിട്ട് പാടുകയാണ്. എന്നിട്ട് പാടിയിട്ട് ഷോർട്ട് ഹെയറിന് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഷോർട്ട് ഹെയർ ഈ പാട്ട് കേൾക്കുന്ന നേരം ഫാൻ ബോയും കേൾക്കുന്നുണ്ട് കേട്ടോ, ഫോണിലല്ലേ കേൾക്കുന്നത്. അങ്ങനെ ആ പാട്ട് കേൾക്കുന്ന നേരം ഈ ഫാൻ ബോയ്ക്ക് എന്തോ തോന്നുകയാണ് കേട്ടോ, എന്തോ മനസ്സിൽ സ്ട്രൈക്ക് ആവുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ അവന്റെ കൈ എടുത്തിട്ട് ഈ ഷോർട്ട് ഹെയറിന്റെ മുഖം മറച്ചു പിടിക്കുകയാണ്. അതായത് ജസ്റ്റ് മാസ്ക് വെക്കുന്ന പോലെ മറച്ചു പിടിക്കുകയാണ്. അപ്പോഴാണ് അവന് മനസ്സിലായത് അത് ഷോർട്ട് ഹെയർ ആണെന്ന് ഗെയിമിലുള്ള. അവനിപ്പോ സംഭവം കത്തി കേട്ടോ. അങ്ങനെ അവൻ അവളടുത്ത് ചോദിക്കുകയാണ് നീയാണോ ഷോർട്ട് ഹെയർ എന്ന്. ഇതേ നേരം ആദ്യം അവളത് സമ്മതിക്കത്തില്ല, നീ നന്നായിട്ട് റിഗ്രറ്റ് അടിക്കും ഒരു കാല് വയ്യാത്ത പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടാലെന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഫാൻ ബോയ്ക്ക് മനസ്സിലായി ഇത് ഗെയിമിലുള്ള ഷോർട്ട് ഹെയർ ആണെന്ന്. പക്ഷേ ഫാൻ ബോയ്ക്ക് റിഗ്രറ്റ് ഒന്നും ഇല്ല കേട്ടോ, കാല് വയ്യാത്തൊരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടെന്നൊന്നും പറഞ്ഞിട്ട്. ഇതിനുശേഷം ഹീറോനെ കാണാനായിട്ട് ഹീറോയും വരികയാണ് കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിക്കുന്ന നേരം തൊട്ട് സൈഡിൽ നിന്ന് വഴക്ക് കേൾക്കുകയാണ് കേട്ടോ. അപ്പൊ അതെന്തോന്ന് നോക്കുന്ന നേരമാണ് ഈ ഇൻഫ്ലുവൻസർ പെൺകുട്ടി ബ്രദറിന്റെ അടുത്ത് ദേഷ്യപ്പെടാണ്. നീ എന്തിനാണ് എന്നെ കാണാൻ ഇവിടെ വന്നത്, നിന്നെ കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അത് മാത്രമല്ല ഈ ബ്രദർ ആണെങ്കിൽ അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടി അവനോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാണ് എനിക്ക് ഫ്രൂട്ട്സ് കൊണ്ടുതന്നത്, നിനക്ക് എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ വിഷമിച്ചിട്ട്. ഇവര് തമ്മിൽ എന്തോ പ്രശ്നം കാണണം, അതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഇവൻ വിഷമിച്ച് പോകുന്ന കണ്ടിട്ടാണെങ്കിൽ ഹീറോയ്ക്കും ഹീറോയിനും മനസ്സിലായി ഇവൻ ഓക്കെ അല്ലെന്ന്. അങ്ങനെ ഇവനെ ഫോളോ ചെയ്ത് പോവുകയാണ്. നേരെ ചെല്ലുന്നതാണെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിലാണ് കേട്ടോ. എന്നിട്ട് ഓരോ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ചാടണോ വേണ്ടതെന്നും പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിനും ആ ബിൽഡിങ്ങിന്റെ ടോപ്പിലോട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് അവനോട് പറയാണ് ചാടല് ആത്മഹത്യ ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. എന്തായാലും ഹീറോ ഒന്നും നോക്കിയില്ല, അവനെ പെട്ടെന്ന് പിടിച്ചിട്ട് തറയിടുകയാണ് കേട്ടോ. എന്നിട്ട് അവന്റെ ദേഹത്ത് കയറി ഇരുന്നിട്ട് പറയാണ് ചാവാനൊന്നും പാടില്ല. ഇതേ നേരം അവൻ പറയാണ് ഞാൻ ഒരിക്കലും ചാടാൻ നിന്നതല്ല, ഞാൻ കാറ്റ് കൊള്ളാൻ വന്നതാ, എന്റെ ദേഹത്ത് നെണീക്കിടാന്ന്. അങ്ങനെ എല്ലാരും കൂടെ ആ ബിൽഡിങ്ങിന്റെ താഴെ ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് ഈ ബ്രദറിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഹീറോയിനെ പറഞ്ഞു വിടാൻ നിൽക്കുന്ന നേരം ഹീറോയിൻ ചോദിക്കുകയാണ് നീ എന്നെ പറഞ്ഞിട്ടിട്ട് നീ എങ്ങോട്ട് പോവാന്ന്. അതായത് ഈ ഹീറോ ആണെങ്കിൽ ടെറസിൽ കയറി പോകുന്ന നേരത്ത് അവന്റെ ഇരുന്ന് ആ വുഡൻ സ്മൈൽ ഇല്ലേ, അത് അവന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി. അങ്ങനെ അത് തറയിൽ എവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് തപ്പാണ് കേട്ടോ. അങ്ങനെ ഹീറോയിനും കൂടെ വന്ന് തപ്പാണ്. ഇതേ നേരമാണ് ഹീറോ പറയുന്നത് പണ്ട് എനിക്കൊരു കുട്ടി തന്നതാണെന്ന് ആ വുഡൻ സ്മൈൽ. അപ്പൊ ഇത് കേട്ട സമയത്ത് ഹീറോയിന്റെ മുഖഭാവം ചെറുതായിട്ട് മാറുന്നുണ്ട്. നമുക്കറിയാം അത് കുട്ടി ഹീറോയിൻ ആണെന്ന്, ഹീറോയിനും അറിയാം കേട്ടോ അത് അവളാണെന്ന്. പക്ഷേ അത് അവൾ അറിയുന്ന ഭാവം പോലും കാണിക്കുന്നില്ല, അവൾ എനിക്ക് അറിയത്തില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇത് കേട്ട സമയത്ത് ഹീറോയ്ക്ക് ഒരുപാട് വിഷമമായി. അതായത് ഹീറോ വിചാരിച്ചിരിക്കുന്നത് ഹീറോയെ മനസ്സിലായില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ഹീറോ അവിടെ നിന്ന് വിഷമിച്ച് പോവാണ് അത് തപ്പാതെ. ഇതിനുശേഷം രാത്രിയാണ് കേട്ടോ കാണിക്കുന്നത്. രാത്രി ഹീറോ വീണ്ടും വന്നേക്കാണ് അത് തപ്പാനായിട്ട്. എന്തായാലും അവിടെ മൊത്തം ടോർച്ച് അടിച്ച് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ടോർച്ച് അടിച്ചിട്ടും അവൻ ആ സ്മൈലി കിട്ടുന്നില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. ഇതിനുശേഷം അവൻ അവന്റെ വീട്ടിൽ വരികയാണ് കേട്ടോ. എന്നിട്ട് ഓൺലൈൻ ഫ്രണ്ടിന് മെസ്സേജ് അയക്കാൻ നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അതായത് ഹീറോന്റെയും ഹീറോയിന്റെയും കഴിഞ്ഞ കാലങ്ങളെല്ലാം കുട്ടിയായിരുന്നപ്പോൾ ഉള്ളത്. അതായത് ഹീറോ പോകാൻ നേരത്ത് ഹീറോയിൻ പോണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ കരഞ്ഞായിരുന്നു കേട്ടോ, കുട്ടിയായിരുന്നപ്പോൾ. അവര് തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ ഹീറോന്റെ അച്ഛൻ ഹീറോനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ ടൈമും ഹീറോയിന്റെ വീട്ടിലായിരുന്നു ഹീറോ. അപ്പൊ അവിടെ പോയ എപ്പോഴും അടിയും വഴക്കല്ലേ ഹീറോന്റെ വീട്ടില്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഏകദേശം കുറെ സമയം ഹീറോയിന്റെ വീട്ടിലായിരിക്കും ഹീറോ ചെലവിടുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കുട്ടിക്കാലത്ത്. ഇത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഹീറോ. എന്തായാലും ഹീറോന്റെ ഓൺലൈൻ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. TNG സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ആ കമ്പനി നമ്മുടെ തലയിൽ നിന്ന് ആ ചിപ്പ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്രയും വിശ്വാസം ഇല്ലാന്ന്. ഇതേ നേരം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫ്രണ്ട് മെസ്സേജ് അയക്കുകയാണ്. അതായത് ഒരിക്കലും ആ കമ്പനീനെ കണ്ണും പൂട്ടി വിശ്വസിക്കില്ല, എന്തേലും ചതി ഇതിന്റെ പിന്നിൽ കാണുമെന്ന്. അടുത്ത സീനിൽ ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ ആ ബോസും ബാക്കി എല്ലാരും കൂടിയിട്ടുണ്ട്, ഹീറോയിനും അങ്കിളും എല്ലാരും, ഗെയിം കളിക്കുന്ന എല്ലാരും. എന്നിട്ട് കോമയിൽ പോയ എല്ലാവരുടെ തലയിലും ഓരോ മെഷീൻസ് വീതം വെക്കുകയാണ്, ഒരു ഹെൽമെറ്റ് എന്നൊക്കെ പറയാം. അത് വെച്ചിട്ട് അവരെ കോമയിൽ നിന്ന് മാറ്റാൻ നോക്കുകയാണ്. അപ്പം അവര് ചെറുതായിട്ട് കോൺഷ്യസ് ആവുന്നുണ്ട് കേട്ടോ, കൈയും കാലൊക്കെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. ഇത് ഹീറോയിനെയും ഗെയിം കളിക്കുന്ന എല്ലാരെയും കാണിക്കുകയാണ്. എന്നിട്ട് പകുതി വെച്ചിട്ട് ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് എല്ലായിടത്തും പറയാണ് ഇപ്പൊ ഇതുവരെ മതി, നിങ്ങളെ എന്തായാലും റിമൂവ് ചെയ്യാൻ. അതായത് ഇവരുടെ തലയിലുള്ള ചിപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഇവരെ കാണിച്ചു കൊടുത്തതാണ്, ഇവർക്കൊരു കുഴപ്പം പറ്റാതെ പുറത്തു വരാൻ പറ്റുമെന്ന്. അപ്പൊ ഇത് കണ്ട സമയത്ത് ഹീറോയ്ക്കും ഹീറോയിനും ചെറിയൊരു
ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെയും വിളിച്ചുകൊണ്ട് പുറത്തു വരികയാണ് ബാൽക്കണിയിൽ. എന്നിട്ട് ഹീറോയിനോട് സംസാരിക്കുകയാണ്. അതായത് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്നൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അവർ കമ്പനിയിൽ നേരത്തെ പോയപ്പം ആ NPC-നെ കണ്ടില്ലായിരുന്നു. അതായത് ഈ ഗെയിമിൽ ആദ്യം പേടിച്ചോടിയ ഒരാള്. അയാൾക്കിപ്പം നിലവിലെ സ്റ്റേജിൽ വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പൊ അത് കണക്കായാലെന്നാണ് ഹീറോ ഹീറോയിനോട് ചോദിക്കുന്നത്. ഇതേ നേരം ഹീറോയിനെ ചെറുതായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കുകയാണ്, അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. എന്നിട്ട് അവളോട് പറയാണ്, എനിക്ക് നിന്നോടിരുന്ന കുറെ സമയങ്ങളൊന്നും മറക്കണ്ടെന്ന്, അതെല്ലാം എനിക്കൊരു പ്രഷ്യസ് മെമ്മറിയാന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത് കേട്ട സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ അവന്റെ കൈ പിടിച്ചു വെച്ചിട്ട് ഒരു കോഡ് ഭാഷയിൽ ഇങ്ങനെ കൊട്ടുകയാണ്. ഇതേ സമയം നമ്മളെ കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഹീറോയാണ് ഈ കോഡ് ഭാഷ ഹീറോയിന് കുട്ടിക്കാലത്ത് പഠിപ്പിച്ചു കൊടുത്തത്. അതായത് ഞാൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ലെന്നാണ് ആ കോഡ് ഭാഷയുടെ അർത്ഥം. അങ്ങനെ അത് ഹീറോയുടെ കയ്യിലടിക്കുന്ന സമയത്താണ് ഹീറോയ്ക്ക് മനസ്സിലായത് ഹീറോയിന് എല്ലാം ഓർമ്മയുണ്ട്, അവളൊന്നും മറന്നിട്ടില്ല, അവൾ അവന്റെ പഴയ കൂട്ടുകാരി തന്നെയാണ്. ഇതിനുശേഷം ആ വുഡൻ സ്മൈലി എടുത്ത് ഹീറോയ്ക്ക് കൊടുക്കുകയാണ് ഹീറോയിൻ. അങ്ങനെ ഇതെല്ലാം കൂടെ ആയ സമയത്ത് ഹീറോയ്ക്കും ഹീറോയിനും നല്ല സന്തോഷമാവുന്നുണ്ട്. എന്തായാലും എല്ലാരും കൂടെ ആ റൂമിൽ കയറാണ് കേട്ടോ, തലയിലെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട്. ഇതേ നേരം അങ്കിള് പറയുന്നുണ്ട്, എനിക്ക് എന്റെ ഭാര്യയും കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്, അവരുടെ കൂടെ ജീവിച്ച മെമ്മറിയൊക്കെ എനിക്കുണ്ടെന്ന്. എന്നിട്ട് ഹീറോയിനോട് ചോദിക്കുകയാണ്, നിന്റെ ഭാവി പ്ലാൻ എന്താണ്? ഇതേ നേരം ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവര് തമ്മിൽ ഏകദേശം സെറ്റായി, അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും ആ മെഷീൻസ് എല്ലാം ഓൺ ആവുകയാണ്, ഹെൽമെറ്റിൽ കൂടെ കറണ്ട് പാസ് ചെയ്യാണ്. ഇതിനുശേഷം പെട്ടെന്ന് തന്നെ ഹീറോയിനും എല്ലാവരും ആ ഗെയിമിലാണ് കേട്ടോ കണ്ണു തുറക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ബോസ് അവരെ എല്ലാരെയും പറ്റിച്ചെന്ന്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നത് കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.